ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വൈ വിത്ത് അസ്. ഇന്ന് നമ്മൾ കോളേജിൽ നിന്ന് ടൂർ പോവുകയാണ്. ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ച് സാന്ദ്ര വരാനായിട്ട് വെയിറ്റ് ചെയ്യണം ഗൈസ്. എന്താണ് പറയാനുള്ളത് ചക്കി ചേച്ചി ടൂർ പോകാൻ? ചക്കി ചേച്ചി ഇന്ന് ആദ്യമായിട്ടാണ് പോണത്. ആദ്യമായിട്ടല്ല, +2-ലൊക്കെ പോയിട്ടുള്ളതാ. അപ്പൊ ടൂർ എവിടെയാണെന്ന് പറഞ്ഞാൽ വയനാട്ടിന് വണ്ടർലയിലും പോയിട്ടുണ്ട്. അപ്പൊ കണ്ട് പെട്ടിയൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ബാഗ് പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇന്നത്തെ കുറെ പൂടിലിറങ്ങാൻ അങ്ങനെയൊക്കെ ഉണ്ട്. ചിപ്പിക്ക് സന്തോഷമാണോ ഞാൻ പോണത്? ചെറുതായിട്ടൊക്കെ. വിഷമമുണ്ടോ? ചെറുതായിട്ടൊക്കെ. എന്നെ മിസ് ചെയ്യോ? ചെറുതായിട്ടൊക്കെ മിസ് ചെയ്യും. ഗൈസ്, ഇതാണ് എല്ലാ ഫസ്റ്റ് ഡേയിലെ ഔട്ട്ഫിറ്റ്. കംഫി ആയിട്ട് പോവാന്ന് വെച്ച് അങ്ങനെ അവസാനം സാന്ദ്ര മഞ്ഞടിക്കുകയാണ്. ഞാനല്ല ലേറ്റ് ആക്കിയ ഗൈസ്, ഓട്ടമാമന ഭയങ്കര ആക്ടിങ് ആണ്. എന്തായിരുന്നു കോമഡി സ്റ്റാർസില്ല ഡ്യൂപ്ലിക്കേറ്റ് മണി. ചാത്തന്നൂർക്കാരൻ ചങ്ങാതി എന്നാണ് പേര്. ഒട്ടുമിക്കർക്ക് അറിയാം, കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആരാണ്? മാമൻ. പിന്നെ മാമാന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല, നമ്മളൊക്കെ ചേട്ടാന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ കൊത്തിമാറായിരിക്കുകയാണ്. നമ്മൾ വല്ല ഓട്ടോ കംപ്ലൈന്റ് ആയി കൊട്ടിയിട്ടിറങ്ങി അടുത്ത ഓട്ടോയിലിപ്പോ പൊക്കോണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് നല്ല രീതിക്ക് സമയം പോയി. പള്ളിമുക്ക് തൊട്ട് മാടനട എവറായി ഇപ്പോഴും ഭയങ്കരമായ ബ്ലോക്കാണ്. ഇന്നേ വരെ നമ്മളിങ്ങനെ ബ്ലോക്ക് കണ്ടിട്ടില്ല. ഇന്ന് ഇത്രയും അത്യാവശ്യമുള്ള ദിവസം ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കരമായ ബ്ലോക്ക്. നമ്മളങ്ങനെ കോളേജ് എത്തിയിരിക്കുകയാണ്. ദിവ്യ വന്നില്ലേ? എങ്ങനെയാ നമ്പരാ വെക്കണ്ട? നമ്മുടെ ടൂറ് തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും നല്ല എൻജോയ് ചെയ്യണം കേട്ടോ. ആരും അറിയിക്കരുത്. പിന്നെ പറയാനുള്ള ഷെഡ്യൂളൊക്കെ നിങ്ങൾക്ക് ഐറ്റിനറി എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ ഈ നോയമ്പിന്റെ കാരണം കൊണ്ട് ഇവിടെ ഈ ഹോട്ടൽസ് ഒക്കെ അവധിയാണ്. നമ്മളെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കേൾക്കണം മക്കളെ. അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാ കാര്യത്തിലും. നോയമ്പായതുകൊണ്ട് നമ്മുടെ ആ ഏരിയയിലൊക്കെ ഹോട്ടൽസ് ഒക്കെ അവധിയാണ്. പക്ഷെ നമ്മൾ കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാരും നല്ലപോലെ എൻജോയ് ചെയ്യണം. നമ്മുടെ കൂടെ ഇത് വിഷ്ണു നമ്മുടെ പാക്കേജറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിസിറ്റ് എടുത്ത് പറയാ. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിഷ്ണുവിന്റെ അടുത്തും പറയാം. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിങ്ങൾ ട്രിപ്പ് വിജയിപ്പിച്ചുകൊണ്ട്. അപ്പൊ ഓക്കെ അല്ലേ? എല്ലാരും ഒന്ന് കയ്യടി പിള്ളേരെ. എല്ലാരും എൻജോയ് ചെയ്യണം കേട്ടോ. എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്.
നമ്മൾ ഉള്ളിവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ആദ്യം തന്ന ഉള്ളിവിട ആലി തന്ന ഉള്ളിവട. ആദ്യം തന്ന ഉള്ളിവിട കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ അതിലേക്ക് അംഗങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വോട്ടിനാണെങ്കിൽ ഞാൻ മത്സരിക്കുന്നതായിരിക്കും. അപ്പോൾ ആരൊക്കെയുണ്ട്? സജിതൊക്കെ ആയിരിക്കും വോട്ട് കൂടുതലെന്ന് എനിക്കറിയാം. അങ്ങനൊന്നും ഇല്ല മിസ്സേ. ആ അമ്മ മനസ്സ് തുടങ്ങി. മലയാളം പഠിപ്പിക്കണം പക്ഷെ ആദ്യമേ അമ്മ മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ വീട്ടിന് മുന്നിൽ പന്നിരുന്നാൽ ഞാൻ അമ്പാടി പഴി കിടാവ് കിടാവ് കായാണ്. ടിക് ടിക് 1 10 വരെ ടിക് ടിക് 2 നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല മാറിവില്ലോ നിന്റെ വർണ്ണമാല അയ്യോ പോയ ഹലോ അയ്യോ പാതി മിന്നി നിൽക്കവേ എന്നു നൽകുവാൻ
അങ്ങനെ നമ്മൾ എന്തിപ്പോ കളിച്ചിരുന്നു? അന്താശ്ശേരിക്ക് കളിച്ചു കഴിഞ്ഞു. എല്ലാരും പല വഴിക്കായി. ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇതെന്ത് വൈകി കർണങ്ങനെ അടിച്ച ഫുഡ് കഴിക്കാനായിട്ട് ഒരു പെട്രോൾ പമ്പിൽ വന്നതാണ്ട് ഇവിടെ തിന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതെങ്ങനെ തിരിക്കുന്ന ഞങ്ങൾ പെട്രോൾ പമ്പ് ഇന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക അല്ലേ? എല്ലാവർക്കും ചിക്കനാണ്, ചപ്പാത്തിയും ബീഫും ഉണ്ട്, മുട്ടയും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇല്ലാത്തൊന്നും ഇല്ല. ചിക്കനും ബീഫും എല്ലാം ഉണ്ട്. സാന്ദ്രയൊക്കെ തിന്നുന്നുണ്ടോ? സാന്ദ്രയൊക്കെ ആദ്യമായിട്ട് ചപ്പാത്തി കണക്കാ തിന്നുന്ന. ആർച്ചയ്ക്ക് കമന്നിടന്ന് തിന്നുന്നു. തിന്നനങ്ങാൻ വയ്യ. എനിക്കൊരു കടി. തണ്ണിമത്തങ്ങയായിട്ട് എന്തൊരു ബന്ധം? തണ്ണിമത്തങ്ങയായിട്ട് തണ്ണിമത്തങ്ങ വെയിറ്റ് ലോസ് ചെയ്യാം, അതുപോലെ വയറ് നിറയും, ഫ്രഷ് ആവും, മൈൻഡ് ബുദ്ധി വെക്കും എന്നെ പോലെ. അതുകൊണ്ടാണ് നിനക്കില്ലാത്തത്. ഇത് കളയണം. മറ്റേ പ്രിങ്കിൾസ് എടുത്താ ഇതിവിടെ കളഞ്ഞാ മതിയോ? എടി വണ്ടി ഓണാക്കി തരാൻ പറ. നമുക്കില്ല ഡാൻസ് അങ്ങ് എടുക്കാതെ. ഞാൻ നോക്കി ചെയ്തു. ആന്തിരി ഇത് മിസ്സൊന്നും കേറിയില്ല. എവിടെ പോണ്? ഇപ്പുറത്തോട്ട് വരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ്. നമുക്ക് രണ്ടുപേർക്കും ഓരോ കണക്കിട്ടുള്ള ഈ സാധനമാണ്. ദിവ്യക്കില്ലേ? ദിവ്യക്ക് ഈ കളർ തന്നെയാണ്. നമ്മൾ എല്ലാരും ഇങ്ങനെ കിടന്ന് ഉറങ്ങും. ഇങ്ങനെ കിടന്ന് ദിവ്യ കൊണ്ടിട്ടു. നമ്മളെങ്ങനെ ദിവ്യ ഉറങ്ങുന്നത്? ദിവ്യക്ക് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള കൊച്ചി മെട്രോ. നമ്മൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല, സോ നമുക്കൊന്നും അറിയത്തില്ല അല്ലേ? അതാന്ന് തോന്നുന്നത്, എനിക്ക് ഉറപ്പില്ല. ആയിരിക്കും പ്ലാറ്റ്ഫോം ആണെന്ന് കിട്ടി. ഈ എന്താ കോറസ് വിളി ഇതിനാണ് ഇപ്പൊ പാടും അതുപോലെ പാടും. പാർത്തതും തോർത്തേനെ ശരിയാവത്തില്ല. ലിറിക്സ് വേണോ? വേണ്ട. വായിച്ചെടുക്കുമ്പോഴത്തേക്കാണ്
നമുക്ക് ഒരുമിച്ച് പാടാം. നമുക്ക് ഏതെങ്കിലും കഥാപാട്ട് വേണം. നശിപ്പിച്ചു. ഹായ് മല്ലി കൃഷ്ണൻ കൃഷ്ണനൊക്കെ ആയിരുന്നാ ഇത് சொல்லியாகണോ നീ അവളെ അഴക ഇങ്ക എവടും ഇവളോ അഴക ഇല്ല ഇത് I am in love with you. കണ്ണാക നെഞ്ചലും മുന്നതേ ഇത്രേ നാളാക കൊണ്ടിടാൻ പാടാമൽ എങ്ങനാൻ പോലേനോ നാട്ടുകൊള്ളേ നടേ മാനത്തിൽ നീ വെണ്ണിനാ മേഘത്തിൽ ഞാൻ ദേവനാ இப்போது என்னோடு வந்தாயினா ஒரு பார்க்க ஒன்றாக சென்றாயினா முந்தினம் பார்த்தேனே വാർത്തകം റോസേനെ ഇവിടെ ഇല്ലാത്ത ലിറിക്സൊക്കെയാണ് പാടുന്നത്. അതൊരു അങ്ങനെ അവർക്ക് അറിയാത്തോണ്ട് ആ ലിറിക്സിനെ എടുത്ത് കൊടുത്ത് എന്നിട്ട് പോലും അവർക്ക് പാടാൻ വയ്യ. അതിനൊരു സമയം എത്രയടി? സമയം 2 കഴിയായി. 2:04. 2 മണിയാവുന്ന 2:04 2:04 ഗൈസ് സമയം. ഞാൻ റേഡിയോ ഫിക്സ് കാണിച്ചേക്കും. ഇപ്പഴിവിടെ ഉറക്കമില്ല. ഉറക്കമില്ല. കാരണം നമ്മള് ഞാനും സാന്ദ്ര ഉറങ്ങി വന്നപ്പം ദിവ്യ ആര്യയും വന്ന് തട്ടി വിളിച്ചുണക്കി. എന്നിട്ട് കൊറേ പാപം രീതിപ്പിച്ച് കുറെ തിന്നാനുള്ളതൊക്കെ തീപ്പിച്ച് എത്ര കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാൻ ബോണ്ടറി അല്ല ഇവിടെമാര് ഉറങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാ കണ്ണിലിടത്ത ബ്ലൈൻഡ് ഫോൾഡൊക്കെ എന്തുവാണോ അത് ഞാനല്ല ഗായ്സ്, അത് ഇത് മൂക്കിലോട്ട് ഈ കാറ്റടിച്ച് കയറുമ്പോ തൊണ്ടവേദന വരും. അതുകൊണ്ടാ ഞാൻ അതിനെ കണ്ണി വെച്ചതാ. ബ്ലൈൻഡ് ഫോൾഡ് ആണ് അവിടെ വായിക്കുന്നത്. മാസ്ക് കണ്ടുപിടിക്കാൻ വയ്യ എവിടെ ഇരിപ്പുണ്ട്. ഗൈസ് ഇവക്ക് തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. ഇവിടെ എത്രയും പെട്ടെന്ന് അത് കൈക്കിട്ടേക്ക് എടുത്ത് വെച്ചിടേ എന്തുവാടേ. അയ്യോ അത് കണ്ട് എനിക്കാണെങ്കിൽ ചിരി സഹിക്കാൻ വയ്യ. ഞാനിത് ചുമ്മാ എടുക്കാൻ പറ്റില്ല. കണ്ണാടി മാസ്ക് അത് കിട്ടി. അത് വീഡിയോ അത് ചത്താമറ്റ സിനിമ ഞാൻ സൺഗ്ലാസും കൂടെ വെച്ച് സൺഗ്ലാസും വെച്ചിട്ട് അതിനുശേഷം ഒരു അപ്ഗ്രേഡ് ഉണ്ടായിരുന്നു. എന്തുവാ ഷോൾ എടുത്തങ്ങ് മൂടി. ഞാൻ നോക്കാൻ നേരത്തെ എയർപോർട്ടിൽ മറ്റേ ആൾക്കാരൊക്കെ പോയിരിക്കത്തില്ലോ, പ്ലെയിനിലൊക്കെ പോത്തില്ലേ, അതി കണക്കൊക്കെ ഇരിക്കുന്ന മാസ്ക്, കണ്ണാടി, തലയിലൊരു സാധനം. തമിഴ്നാട്ടിലെ ഡെഡ് ബോഡി വെക്കത്തില്ലേ അതേതൊക്കെ തന്നെ ശരിയാ. ഇനി അതിന് പോക്ക് കിട്ടണോ? ആ വീട് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എടുത്തു വെച്ചാണ്. ഞങ്ങളല്ലേ അപ്പം നമ്മൾ ഉറങ്ങില്ല. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ സിനിമയുടെ ഒരു ഇതിലായിരുന്നു. പിന്നെ ഞങ്ങൾ കൊച്ചി കണ്ടിരിക്കുവായിരുന്നു. കൊച്ചി കണ്ടിരിക്കുകയായിരുന്നു. സോ നീ രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇട്ടാണ്, ഞങ്ങളെ സ്റ്റോറി ഇട്ടാണ്. എനിക്ക് ഭാഗ്യമുണ്ട് ഗൈസ്, നിങ്ങളെപ്പോലൊന്നും അല്ല. കാരണം നിങ്ങളൂടെ നടക്കുമ്പോ എനിക്ക് ഭാഗ്യമില്ല. ഏത് ഭാഗ്യം? ഏത് ഭാഗ്യം? പലതരം ഭാഗ്യമുണ്ട് ഗൈസ്. ഇവിടെ ഒരു പ്രേതം മണക്കുന്നത് അറിയത്തില്ല. പലതരം ശബ്ദങ്ങൾ കേൾക്കുന്നു അവിടുന്ന് ഇവിടുന്ന്. അതുപോലെ തന്നെ വയനാട് ചുരത്തിൽ ഇപ്പം പ്രേതത്തിനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ഒരു അമ്മയും 2 പിള്ളേരും നടന്നു പോണതായിട്ട് ബസ് ഡ്രൈവർമാരെ കണ്ടെന്ന് പറയുന്നുണ്ട്. പേടിയുണ്ടായിരുന്നു. ഇല്ല, ഞാൻ കേട്ടടിച്ചുറന്നു. ഇവിടെമാർക്കൊക്കെ വട്ടാണ് ഗൈസ്. എനിക്ക് ചക്കിയും ഞാനും അപ്പഴേ കണ്ണടിച്ചോ. ഞാൻ കാണും. ദിവ്യ ഫൈറ്റ് ചെയ്യും. ആര്യ എന്തോ ചെയ്യുന്ന? ആര്യ നോക്കിക്കൊണ്ടിരിക്കും. ആര്യ ഫോട്ടോ എടുക്കാൻ പോയി. നമ്മളെല്ലാരും ഉണർത്തിയിട്ടത് അവളാണ്. എന്നിട്ട് അവളെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. കാണിച്ചു തരാം ഗൈസ്, കാണിച്ചു തരാം.
പലരും ഉറങ്ങുകയാണ് ഗൈസ്. ഇതേതാ ഈ 2 കിളികൾ? ഇതെന്താ കണ്ണൊക്കെ തുറന്നിരിക്കുന്ന? കണ്ണ് തുറന്നതോടെ ഇനി ഉറങ്ങുന്നത്. അതല്ലേ അയ്യോ, ഈ പെമ്പിള്ളാരെല്ലേ ഉണർത്തി. ഇന്നാ പിടിച്ചേ ക്യാമറ. ഉറങ്ങിയില്ല മറ്റേ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോഴേ ഗൈസ് കുറച്ചേരം ഉറങ്ങാമെന്ന് വെച്ചു. ഉറങ്ങാൻ പോവുകയാണ്. ചാന്ദ്രക തുറക്കുപോയി. ഗൈസ് നമ്മൾ രാവിലെ ഫ്രഷപ്പിന് എത്തിച്ചേർന്നിരിക്കുകയാണ്. വയനാട് എത്തി. അപ്പോൾ ഗൈസ്, ഡേ 1 ഇൻ വയനാട് അടുത്ത വ്ളോഗിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.